നാളെ ജാമ്യാപേക്ഷ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യും. അവർക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പ്രതികളെ സാക്ഷികളെ സ്വാധീനിക്കാനും മറ്റും എന്തായാലും ചാൻസ് ഉണ്ട്. പിന്നെ മെറ്റീരിയൽ എവിഡൻസ് ടാമ്പർ ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ജാമ്യാപേക്ഷ സ്ട്രോങ് ആയിട്ട് ഡിഫക്റ്റോ കംപ്ലൈൻറ്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒപ്പോസ് ചെയ്യും. റിപ്പോർട്ടിൽ 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ചിത്രീകരിച്ച വീഡിയോകളിൽ എഡിറ്റിംഗും നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ശാസ്ത്രീയമായ റിപ്പോർട്ട്, പരിശോധന റിപ്പോർട്ട് വരേണ്ടതുണ്ട്. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. പ്രതിയെ പുറത്ത് വന്നു കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാനും പിന്നെ മെറ്റീരിയൽ എവിഡൻസ് ടാമ്പർ ചെയ്യാനൊക്കെ ചാൻസ് ഇല്ലേ. അപ്പോൾ പിന്നെ അത് നമ്മളെന്തായാലും അത് കോടതിയിൽ കൃത്യമായി കാണിക്കും. ബസ് CCTV എടുത്തു, അതിൻ്റെ അകത്തില്ല. പിന്നെ ഇവൾക്ക് ഈ അക്യൂസിന് പ്രതിക്ക് യാതൊരു കംപ്ലൈൻറ്റും ആരോടും പറഞ്ഞിട്ടില്ല. അവർ പോലീസിനോട് കംപ്ലൈൻ്റ് ഇല്ല, അവർ കോ പാസഞ്ചേഴ്സിനോട് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, കണ്ടക്ടർ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. അപ്പം അതിലെല്ലാം മനസ്സിലാക്കുന്ന ഇതൊരു ആസൂത്രിതമായ ഒരു ചിത്രീകരണമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കി പോലീസിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ പറയാൻ പറ്റൂ. ഈ സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ പയ്യന്നൂർ സ്റ്റേഷനിൽ ഈ യുവതിയുടെ സഹോദരൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. നിലവിൽ അത് കേസെടുത്തിട്ടില്ല, എങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഡിലേഡ് അല്ലേ? അതായത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു. നാച്ചുറൽ സാധാരണ ഒരു ഹ്യൂമൻ കോൺടാക്റ്റിൽ എങ്ങനെയാണ് വരിക? സാധാരണ ആ സമയത്ത് ഒരു ഇതുണ്ടാവില്ല, ഒരു പരാതി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇത് ഈ കംപ്ലയിൻറ്റ് വന്നു, ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോയി പരാതി കൊടുത്തപ്പോൾ ഡിലേഡ് കംപ്ലയിൻ്റ് അല്ല അത്. അപ്പോൾ അത് നോക്കാം, നമുക്ക് അവരെ കംപ്ലയിൻറ്റ് പരിശോധിക്കട്ടെ, അതിനുശേഷം നോക്കാം. ഇതിനെ എതിർക്കാൻ വേണ്ടി മാത്രം കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം പിന്നെ പരാതിയുടെ കോപ്പി കിട്ടിയിട്ടില്ല. പരാതിയുടെ കോപ്പി കിട്ടിയതിനനുസരിച്ചിട്ട് ബാക്കി നോക്കാം.